UDF അധികാരത്തിൽ വരുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും ജനകീയമായി പൊതുവിൽ വിലയിരുത്തപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു KSRTCയിൽ UDF അധികാരത്തിൽ വന്നാൽ സൗജന്യ യാത്രയായിരിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നുള്ളത്. വലിയ തോതിൽ UDFന് അധികാരത്തിലെത്താൻ സഹായിച്ച ആ വാഗ്ദാനം തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ ആ വാഗ്ദാനത്തിനെതിരെ ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുന്നു. വളരെ നിഷ്കളങ്കമാണെന്ന് നമുക്ക് തോന്നാം, എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന, ഒരു ഒത്തുകളി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യം സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിനിധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമൊന്ന് കേട്ടിട്ട് വരാം. ബസ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ എത്തരത്തിൽ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്താതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി വനിതകൾക്ക് സൗജന്യം ഏർപ്പെടുത്താനുള്ള നടപടി നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനം തകർന്ന് തരിപ്പണമാവാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തുക. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ സ്ത്രീകൾക്ക് സംവരണമുണ്ട്. അവിടെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേവലം 20% താഴെ മാത്രമാണ് അവിടെ സ്വകാര്യ ബസ്സുകൾ. കർണാടകയിലും അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ മഹാഭൂരിപക്ഷം സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന സർവീസുകളാണ് കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ച 20% മാത്രമാണ് KSRTCക്ക് ഈ പൊതുഗതാഗത മേഖലയിൽ KSRTC പങ്കാളിത്തം. ബാക്കി 80% നിർവഹിക്കുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖലയാണ്. ഞങ്ങൾ 40, 50, 60 ലക്ഷം രൂപ മുതൽ മുടക്കി വലിയ ഭീമമായ പലിശയ്ക്ക് വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം പലിശക്കെടുത്ത് ഒരു സംരംഭകൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് സംരംഭകരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർക്കാരുകൾ മത്സരിക്കുമ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹിക ബാധ്യത നിറവേറ്റിക്കൊണ്ട് സർവീസ് നടത്തുന്നവരാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. ഒരു സുപ്രഭാതത്തിൽ ഈ വ്യവസായം ഇല്ലാതാവുന്ന തരത്തിലേക്ക് നിയമത്തിലേക്ക് പോകുമ്പോൾ അത് ഞങ്ങളെ സാരമായി ബാധിക്കും. ഇപ്പോൾ ചെറിയൊരു കണക്ക് KSRTC കണക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതാണ്ട് 29 ലക്ഷം യാത്രക്കാരാണ് KSRTCയിൽ ഒരു ദിവസം കയറുന്നതെന്നും അതിൽ 19 ലക്ഷം സ്ത്രീകളാണെന്നുമാണ് KSRTC അവകാശപ്പെടുന്നത്. ഞങ്ങളും ഈ കണക്കുകൾ പരിശോധിച്ചു. ഈ കോവിഡിന് ശേഷം ഞങ്ങളുടെ ബസ്സുകളിൽ ആകെ യാത്രക്കാർ വിദ്യാർത്ഥികൾക്ക് പുറമെ കുറച്ച് സ്ത്രീ യാത്രക്കാരാണ്. ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളുടെ ബസ്സുകളിൽ ഇപ്പോഴത്തെ ലൈവ് ക്യാമറയൊക്കെ ഞങ്ങളിലുണ്ട്. അതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 60 to 70% ബസ്സുകളിൽ സ്ത്രീകളാണ്. സ്ത്രീകളെ കൂടി ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ വെറും വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഓടേണ്ടി വന്നാൽ ഈ വ്യവസായത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കും? വലിയ ഭീമമായ വലിയ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവരുടെ ജീവിതമാർഗം തേടുന്ന ഒന്നാണ് സ്വകാര്യ ബസ് മേഖല. അതിപ്പോൾ കണ്ടക്ടറായാലും ഡ്രൈവറായാലും ബസ്സിൽ വർക്ക്ഷോപ്പിലായാലും ബസ്സിൻ്റെ ടയർ പഞ്ചടിക്കുന്നവരും ബസ്സിൽ ആളെ വിളിച്ച് കയറ്റുന്നവർ ഉൾപ്പെടെ വലിയ അനേകായിരം ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവസായ മേഖല ഈ പൊതുഗതാഗത സംവിധാനം ഇല്ലാതെയാവും. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗവൺമെന്റ് വന്നിട്ടില്ല, മുഖ്യമന്ത്രി പോലും ആയില്ല, തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനം എടുത്തു എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. രണ്ടാമത് മൂപ്പർ പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും. ബാക്കി പറയുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന ആശങ്കകൾ അസ്ഥാനത്തല്ല. അതേ സമയത്ത് ഇത് മുൻപൊരു വാഗ്ദാനമായി നൽകാതെ പിന്നീട് ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷം ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുൻപ് മുന്നണി ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നു. ആ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ടാണ് KSRTCയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. ആ സമയത്തും ഈ സ്വകാര്യ ബസ് മുതലാളിമാരും സ്വകാര്യ ബസ് മുതലാളിമാരുടെ പ്രതിനിധികളും ഇവിടെയുണ്ട്. ആ സമയത്ത് ഇവരെ ആരും ഒരക്ഷരം വേണ്ടിയില്ല. അവർക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. KSRTCയിൽ സൗജന്യ യാത്രയാവുമ്പോൾ സ്വകാര്യ ബസ്സിൽ സ്ത്രീകൾ കയറാതാവും. അത് വലിയ നഷ്ടത്തിലേക്ക് ഞങ്ങളെ നയിക്കും. അതുകൊണ്ട് ഇത്തരം ഒരു വാഗ്ദാനം ഈ പറയുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസോ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ആ സമയത്ത് എതിർത്തോ? ഇവർ ഇല്ല. എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന തീരുമാനം എന്ന് പറയുന്നത് വെറുതെയാണ്. തീരുമാനം എടുത്തിട്ടില്ല, എടുക്കാൻ പോണേ ഉള്ളൂ. ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷം ഗതാഗത വകുപ്പ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുള്ളത്. ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തു എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറയുന്നത് തെറ്റാണ്. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു ആശങ്ക ഇവരാരും പങ്കുവെച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇതെന്താണ് മനസ്സിലാക്കേണ്ടത്? പഠിച്ച കള്ളന്മാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ വിഷയം, അതായത് KSRTCയിലെ സൗജന്യ യാത്ര ഇല്ലാതാക്കാൻ ഇതൊരു കാരണമായി പറയാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ സ്വകാര്യ ബസ് ഉടമകൾ വലിയ ആശങ്കയിലാണ്. അവരുടെ ആശങ്ക
അസ്ഥാനത്തല്ല, അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഒരു ദീർഘദൃഷ്ടിയോടുകൂടി മുൻകൂട്ടി പറഞ്ഞതല്ല. എൻ്റെ ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ അതായത് UDF-ൻ്റെ ഒക്കെ ഭരണ സമയത്ത് എങ്ങനെയായിരുന്നു വാഗ്ദാനങ്ങളെ, അവർ കൊടുത്ത വാഗ്ദാനങ്ങളോട് അവരുടെ സമീപനം എന്നുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.